അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, ഞാൻ ഹമീദ് ഫൈസി, അമ്പലക്കടവ്. മലപ്പുറം ജില്ലയിലെ പ്രശസ്തമായ മുടിക്കോട് പള്ളി ഇന്ന് ജുമാക്ക് മുമ്പ് പോലീസ് പൂട്ടി സീൽ വച്ചിരിക്കുന്നു. പോലീസ് സീൽ വെക്കാൻ ഇടയായ സാഹചര്യം പോലീസ് സ്റ്റേഷനിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നിന്നും RDOക്ക് നൽകിയ റിപ്പോർട്ടാണ്. ഈ വെള്ളിയാഴ്ച ജുമാ നടക്കുകയാണെങ്കിൽ വീണ്ടും അവിടെ കുഴപ്പങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട്. നിയമപരമായ ഒരു നടപടിക്രമം. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്, വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ, കാന്തപുരം വിഭാഗത്തിന്റെ അള്ളാഹുവിന്റെ ദീനിനോടും മസ്ജിദിനോടുമുള്ള തീർത്തും നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് എന്ന കാര്യം തീർച്ച. ഞാൻ ആ വിഷയവുമായി ഏകദേശം അതിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അതിൻ്റെ എല്ലാ കൃത്യമായ വിവരങ്ങളും എനിക്കറിയാം. ഏതൊരു മഹല്ലിലും എന്ന പോലെ കേരളത്തിലെ പൊതുവായ സ്വഭാവം, മഹല്ലിൽ മഹാഭൂരിപക്ഷം സമസ്തയുടെ ആളുകളായിരിക്കും. ഒരു ന്യൂനപക്ഷം പല മുജാഹിദും ജമാഅത്തും AP എല്ലാ വിഭാഗവും ഉണ്ടാകാറുണ്ട്. പക്ഷേ മഹല്ല് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അവിടുത്തെ നാട്ടിലെ സ്വാഭാവിക സ്ഥിതി അനുസരിച്ച് മഹല്ലുമായി സഹകരിക്കുന്ന എല്ലാ ആളുകളും കമ്മിറ്റിയിലുണ്ടാവും. സ്വാഭാവികമായും ഭൂരിപക്ഷം സമസ്തക്കാരായിരിക്കും. ചിലപ്പോൾ മറ്റു വിഭാഗത്തിന്റെ പ്രതിനിധികൾ എന്ന നിലയില്ല, സ്വാഭാവികമായും അങ്ങനെ വേർതിരിവില്ലാത്തത് കൊണ്ട് മറ്റുള്ളവരും കമ്മിറ്റിയിലുണ്ടാവും. അതേ ഒരു നിലപാടായിരുന്നു മുടിക്കോടും കാലങ്ങളായി തുടർന്നു വന്നിരുന്നത്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സാധാരണഗതിയിൽ മഹല്ല് ജനറൽ ബോഡി ചേരുമ്പോൾ CH അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആദരണീയനായ പ്രസിഡന്റ് നിലവിലുള്ള കമ്മിറ്റി പിരിച്ചുവിട്ടു, ജനറൽ ബോഡി കൂടിയിരിക്കുകയാണ്, പുതിയ കമ്മിറ്റി രൂപീകരിക്കാൻ ആളുകളെ പേര് പറയണം എന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ നിലവിൽ 33 കമ്മിറ്റിയാണ്. അങ്ങനെ ആ 33 കമ്മിറ്റിയിലേക്ക് ആളുകളെ പേര് പറയാൻ തുടങ്ങിയപ്പോൾ AP വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ കമ്മിറ്റി ഇതുവരെ ഉള്ളതുപോലെ പോയാൽ പോരാ, 33 മാറ്റി 34 ആക്കണം, 17 പേര് ഞങ്ങളുടെ ആളുകളും 17 പേര് സമസ്തക്കാരും, അല്ലെങ്കിൽ 36 ആക്കാം, 36 ആക്കുകയാണെങ്കിൽ 18 പേര് ഞങ്ങൾ, 18 പേര് നിങ്ങൾ എന്ന നിലയിൽ തീർത്തും അനുചിതവും ഒരു നിലയിലും ഉൾക്കൊള്ളാനാകാത്തതുമായ ഒരു ന്യൂനപക്ഷം വരുന്ന വിഭാഗം പകുതി അവർക്ക് അവരുടെ സംഘടനയുടെ ആളുകളെ വെച്ചുകൊണ്ടേ കമ്മിറ്റി ആകാവൂ എന്ന് അഭിപ്രായപ്പെടുകയും ആ തരത്തിൽ വാശി പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് കമ്മിറ്റി ഉണ്ടാക്കാൻ സാധിക്കാതെ പോയി. ഇങ്ങനെയാണ് മുടിക്കോടുള്ള കുഴപ്പത്തിന്റെ തുടക്കം. ശേഷം പല കാര്യങ്ങളും നടന്നു. അവസാനം ആ കേസ് വഖഫ് ബോർഡിന് വിട്ടു. വഖഫ് ബോർഡ് തീരുമാനിച്ചു വഖഫ് ബോർഡിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. വഖഫ് ബോർഡിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. സ്വാഭാവികം മഹാഭൂരിപക്ഷം സമസ്തയുടെ ആളുകളായതുകൊണ്ട് സമസ്തയുടെ പാനൽ വിജയിച്ചു. ഭംഗിയായി സമസ്തയുടെ ആ കമ്മിറ്റി മഹല്ല് ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനിടെ ഇടയ്ക്കിടെ ഈ വിഭാഗം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച പോലും പള്ളിയിലെ ബക്കറ്റ് പിരിവ് പൂർത്തിയായപ്പോൾ ആ ബക്കറ്റിലെ കാശ് എടുത്തുകൊണ്ട് ഇവരുടെ പ്രവർത്തകർ ഓടി. അതുകൊണ്ട് പ്രശ്നം ആകുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും പള്ളി അടച്ചുപൂട്ടണം, അവരുടെ ഭരണം അല്ലെങ്കിൽ പള്ളി അടച്ചുപൂട്ടണം, ഇതാണ് അവരുടെ നിയ്യത്ത് എന്നാണ് നമുക്ക് പുറത്തുനിന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരിക്കെ, നിങ്ങൾ ഓർക്കണം, അള്ളാഹുവിന്റെ പാവനമായ മസ്ജിദിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ, ആമീനെടുത്തുകൊണ്ടിരിക്കെ, നേരെ പള്ളിയിലേക്ക് ഇരച്ചുകാരി ഈ ടീം നിസ്കരിച്ചിട്ട് പോലുമില്ല. നേരെ ഇമാമ് ബഷീർ ദാരിമി, നമ്മുടെ നല്ലൊരു പണ്ഡിതൻ, അദ്ദേഹത്തിന് നേരെ ആദ്യമായി വാളുകൊണ്ട് വെട്ടി എണീറ്റ് പോട നായിന്റെ മോനെ എന്ന പദപ്രയോഗം നടത്തിക്കൊണ്ട് അദ്ദേഹം ഓടുന്ന വഴിയിൽ അദ്ദേഹത്തെ പിന്തുടർന്ന് 8 വെട്ടുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മാത്രം കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട്. 8 വെട്ട്, വാളുകൊണ്ടുള്ള വെട്ട് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം. നീളമേറിയ വെട്ടുകൾ, ആഴമേറിയ മുറിവുകൾ. ഒരു വെട്ടിന് മാത്രം 8 തുന്നുണ്ട്, മറ്റൊരു വെട്ടിൽ 4 തുന്നുണ്ട്. എന്റെ സുഹൃത്തുക്കളെ,
അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെട്ട കഴുത്തിന് വെട്ടിയ വെട്ട് അദ്ദേഹം കൈകൊണ്ട് തടഞ്ഞുകൊണ്ട് കൈ നല്ല അറ്റ് തൂങ്ങാനാവുന്ന സാഹചര്യത്തിലാണ്. പക്ഷെ അള്ളാഹുവിന്റെ കാവലുണ്ടായി, അതുകൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ടു. അതുപോലെ വേറെയും ആളുകൾക്ക് വെട്ടും കുത്തും അടിയും, കാരണം അങ്ങനെ പ്രതിരോധിക്കാവുന്ന വിധത്തിൽ വിചാരിച്ചുകൊണ്ടല്ലല്ലോ പള്ളിയിൽ വന്നത്. ഈ നിലയിൽ ക്രൂരമായ ചെയ്തി അവർ നടത്തി. അതിനെ തുടർന്ന് ഇന്ന് പള്ളിയിൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ഉണ്ടായ പശ്ചാത്തലത്തിലായിരിക്കാം പള്ളി അടച്ചുപൂട്ടിയത്. ഞാൻ വിനയപൂർവ്വം ചോദിക്കട്ടെ ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട്, അല്ല ഉസ്താദെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനൊക്കെ അംഗീകാരം നൽകുന്നത്? അള്ളാഹുവിന്റെ മഹത്തായ പള്ളി പൂട്ടിയിടുന്നതിനെ നീതീകരിക്കാൻ ഇസ്ലാമിൽ എന്തെങ്കിലും വകുപ്പുണ്ടോ? നിങ്ങൾ ഒരു ചെറിയ വിഭാഗം അവിടെ ഉണ്ട് എന്ന് ശരി, നിങ്ങൾ ഇത് തന്നെയല്ലേ ചെയ്തത് പള്ളിക്കൽ ബസാറിൽ? ഇത് തന്നെയല്ലേ കക്കോവിൽ ചെയ്തത്? അവിടെ പള്ളി അടച്ചിടും വരെ സമസ്തക്കാണ് ഭരണം എന്ന് കണ്ടാൽ പിന്നെ പള്ളി അടച്ചിടും വരെ പള്ളിയിൽ വെച്ച് അക്രമം നടത്തുക. പള്ളിയിൽ കക്കോവ് പള്ളിയിലല്ലേ ഇതുപോലെ മിമ്പറിൽ കയറി ഖത്തീബിനെ പിടിച്ച് താഴെ ഇറക്കാൻ നിങ്ങൾ ശ്രമിച്ചത്? അങ്ങനെയല്ലേ ആ പള്ളി പൂട്ടിയത്? ഇതുപോലെ മഗ്‌രിബ് നിസ്കാരത്തിന് വന്ന ആളുകൾക്കേറെ പൊടുന്നനെ കടന്നാക്രമണം നടത്തുകയെന്നില്ലേ പള്ളിക്കൽ ബസാറിൽ? എന്താ പ്രശ്നം? സമസ്തയുടെ കമ്മിറ്റി ഭൂരിപക്ഷം അനുസരിച്ച് നിലവിൽ വന്നു എന്നാണ് പ്രശ്നം. പൊന്നു ഉസ്താദെ, ഉത്തരേന്ത്യയിൽ ഫാഷിസ്റ്റുകൾ നമ്മളെ ഇങ്ങനെ തല്ലിക്കൊല്ലുമ്പോ, നമ്മുടെ പള്ളികൾ അടച്ചുപൂട്ടുമ്പോ, നമ്മൾ തന്നെ നമ്മുടെ ആളുകളെ, നിങ്ങൾ മുസ്ലിമീങ്ങളല്ലേ, കാന്തപുരം വിഭാഗം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പുറത്തല്ലല്ലോ. ഈ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാർ, അതും പള്ളിയിൽ വരുന്ന പണ്ഡിതന്മാരെയും കാരണവന്മാരെയും ദീനീ ബോധമുള്ള ചെറുപ്പക്കാരെയും തല്ലിക്കൊല്ലാൻ ഏത് നിലയിലാണ് നിങ്ങൾക്ക് മനസ്സ് വരുന്നത്? നിങ്ങളുടെ കൂടെ ശൈത്താന്മാരാണോ ഉള്ളത്? നിങ്ങൾ അള്ളാഹുവിന് ഭയപ്പെടുന്നുണ്ടോ? ഭയപ്പെടുന്നില്ലേ? അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾക്കില്ലേ? ഈ പ്രശ്നം തീർക്കാൻ എന്താണ് നിങ്ങൾക്ക് തരേണ്ടത്? ഞാൻ വളരെ വൈകാരികമായി ഒരുപാട് സംഭവങ്ങൾ ദൃക്സാക്ഷിയായതുകൊണ്ട് കൈകാര്യം ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് മുടിക്കോട് പള്ളിയുടെ മഹല്ല് ജമാഅത്തിന് കീഴിൽ നിങ്ങൾ 10-15% ഉണ്ട് എന്ന് വിചാരിക്കുക, വേണ്ടെന്ന 20% ഉണ്ട് സങ്കല്പിക്കുക. നിങ്ങൾക്ക് 20% പള്ളി വെട്ടിമുറിച്ച് തരണോ? അതല്ല, മഹാഭൂരിപക്ഷം സമസ്തക്കാരുള്ള ഒരു മഹല്ലിൽ നിങ്ങൾക്ക് ഏകപക്ഷീയമായി നിങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോകാൻ തരും. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ന്യായം? നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുക? എങ്ങനെയാണ് ഈ ചെയ്തികൾ ചെയ്യിക്കുന്നത്? ഞങ്ങൾ ചെയ്യിക്കുന്നില്ലെന്ന് ഉസ്താദെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ, കാരണം നിങ്ങൾ ഇതിനെ അപലപിക്കുന്നില്ലല്ലോ. ഇത്തരം ഈ ചെയ്തികൾ പച്ചയായി വന്ന് ചെയ്ത ആളുകൾ നിങ്ങളെ പ്രവർത്തകരാണ്, നിങ്ങൾ അവരെ സംഘടനയിൽ പുറത്താക്കുന്നില്ലല്ലോ. നിങ്ങൾ ഈ സമുദായത്തിൽ കുഴപ്പത്തിന് നേതൃത്വം കൊടുത്തു തുടങ്ങിയിട്ട് എത്ര കാലമായി? 3 പതിറ്റാണ്ട് കാലമായി. ഒരുപാട് വയസ്സായില്ലേ? നിങ്ങൾക്ക് മരിച്ചു പോകണ്ടേ? ഈ സമൂഹത്തിൽ, ഈ സമുദായത്തിൽ ഓരോ മഹല്ലുകൾ നടക്കുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങളും, ഈ കലാപങ്ങളും, ഈ കുഴപ്പങ്ങളും, ഈ രക്തച്ചൊരിച്ചിലും, ഈ പള്ളി പൂട്ടലുകളും, ഈ മദ്രസ പൂട്ടലുകളും, ഇതിന്റെ കാരണക്കാരൻ സത്യം പറഞ്ഞ ഉസ്താദെ നിങ്ങളല്ലേ? ദയവ് ചെയ്ത് ഞാൻ വിനയപൂർവ്വം ചോദിക്കുകയാണ്, ഈ പ്രശ്നങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് എന്താണ് തരേണ്ടത്? നിങ്ങൾ പണമാണോ ആവശ്യം? പണം പിരിച്ചു തരാം. അല്ല, പള്ളിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് മുറിച്ചു തരാനാണോ ആവശ്യം? മുറിച്ചു തരാം. ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ പള്ളികൾ പൂട്ടിക്കല്ല. വേദന തോന്നുന്നു. ഇന്നലെ ഞാൻ ആ പള്ളിയുടെ മുന്നിലൂടെ കടന്നുപോയി. എത്ര പ്രശസ്തമായ പൗരാണികമായ ഒരു പള്ളി, ഒരുപാട് പ്രശസ്തരായ ആലിമ്യങ്ങൾ താമസിച്ച് മരിച്ചുപോയ പള്ളി, മഹല്ല്, ഇപ്പോഴും പ്രശസ്തരായ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ഒരു വലിയ മഹല്ല്. ഈ മഹല്ല് പള്ളി പൂട്ടിയിടാൻ പോലീസ് അധികാരികൾക്ക്, പ്രത്യേകിച്ച് അമുസ്ലിങ്ങളായ ഉദ്യോഗസ്ഥന്മാരുടെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവിടെ വന്ന് അത് കൈകാര്യം ചെയ്യാനും പൂട്ടിയിടാനും സൗകര്യം ചെയ്തു കൊടുക്കുന്നത് എങ്ങനെ നീതീകരിക്കാൻ സാധിക്കും? ദയവ് ചെയ്ത് കാന്തപുരം ഉസ്താദ്, ഈ വിഷയത്തിൽ നിങ്ങൾ ഒന്ന് പ്രതികരിക്കണം. ഈ പള്ളി പ്രശ്നത്തിൽ, മദ്രസ പ്രശ്നത്തിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? നിങ്ങൾ ന്യായമായി എന്ത് പറഞ്ഞാലും ചെയ്തു തരാം. നിങ്ങൾക്ക് പണം വേണോ? പണം തരാം. പള്ളിയുടെ ഒരു മൂല നിങ്ങൾക്ക് മുറിച്ചു തരണോ? മുറിച്ചു തരാം. ദയവ് ചെയ്ത് എന്നാലും നിങ്ങൾ പള്ളി പൂട്ടിയിടല്ലേ, മദ്രസ പൂട്ടിയിടല്ലേ. നിങ്ങൾ ഈ വിധത്തിൽ നാട്ടിൽ അരാജകത്വം സൃഷ്ടിച്ച് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ പച്ചയായി തല്ലിക്കൊല്ലുക, വെട്ടിക്കൊല്ലുക, വെട്ടി മുറിവേൽപ്പിക്കുക, ശാശ്വതമായി രക്ഷപ്പെടാനാകാത്ത വിധത്തിലുള്ള ആഴത്തിലുള്ള മുറിവുകൾ ഏൽപ്പിക്കുക. ദയവ് ചെയ്ത് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകരുത്. സ്നേഹപൂർവ്വം ഒരു ദീനിന്റെ ഒരാളെന്ന നിലയിൽ, നിങ്ങളുടെ സഹോദരൻ എന്ന നിലയിൽ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടണം, കണ്ണു തുറക്കണം. അള്ളാഹുവിന് ഭയമുണ്ടെങ്കിൽ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും.